എടുത്ത ടോപ്പിക്കാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് 5 ലോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആ 5 ലോയ്ക്കകത്ത് ആദ്യത്തെ 3 ലോ നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഏതായിരുന്നു ആദ്യത്തെ 3 ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, 3 ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ 3 ലോയുടെ സ്റ്റേറ്റ്മെന്റും എക്സാമ്പിളും അതിനെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാമത്തെ ലോയാണ്. 4ാമത്തെ ലോയാണ് ഗെയ്-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗെയ്-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗെയ്-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗെയ്-ലൂസാക്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ഗെയ്-ലൂസാക്ക്. ഗെയ്-ലൂസാക്ക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ഗെയ്-ലൂസാക്ക്. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഗെയ്-ലൂസാക്ക് ലോ എന്നുള്ളത്. ഗെയ്-ലൂസാക്ക് ലോ പറയുന്നത് ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്ട്സ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഗേഷ്യസ് റിയാക്റ്റൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്റ്റിന്റെയും ഗേഷ്യസ് പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ, എന്തിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ? വോളിയത്തിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഗെയ്-ലൂസാക്ക് ലോ പറയുന്നത് എന്താണ്? ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ട് ഗേഷ്യസ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്ട്സ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ആ റിയാക്ഷനകത്തുള്ള റിയാക്റ്റൻസ്, അതായത് ഗേഷ്യസ് റിയാക്റ്റൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്റ്റിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് വോളിയത്തിന്റെ റേഷ്യോ എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഗെയ്-ലൂസാക്ക് ലോ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് അടുത്തത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ആ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് പോകണം? സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഗെയ്-ലൂസാക്ക് ലോയുടെ സ്റ്റേറ്റ്മെന്റും എക്സാമ്പിളും നമ്മൾ കാണാതെ എഴുതാൻ അറിയണം. പിന്നെ അത് പഠിക്കാൻ സമയമൊന്നും വേണ്ട. ഈ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കാണുക. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗെയ്-ലൂസാക്ക് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നെ എഴുതും, എക്സാമ്പിളും തന്നെ എഴുതും. ആ രീതി സ്റ്റേറ്റ്മെന്റും എക്സാമ്പിളും പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ആദ്യം പറയുന്ന എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിളാണ്. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടെ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു. എന്തെങ്കിലും ഒരു സംശയം വരും, സാറേ ഇവിടെ വാട്ടർ ഗ്യാസ് ആണോ? ഇവിടെ നമ്മൾ വാട്ടർ എന്ന് കൊടുത്തത് വാട്ടർ വേപ്പർ. എന്താണ് വാട്ടർ വേപ്പർ? വാട്ടർ വേപ്പർ ആരാ? വാട്ടറിന്റെ ഗേഷ്യസ് ഫോമിനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ഇക്വേഷൻ എഴുതി. വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എഴുതി. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ ആവും. നമ്മുടെ വാട്ടർ വേപ്പർ ഫോർമേഷനെ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് 2H2 plus O2 is 2H2O. നോക്കാം നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ നോക്കിയേക്കാം. റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 into 2 എത്ര? 4.
പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 into 2 എത്രയാണ്? 4. 4 ഹൈഡ്രജൻ. റിയാക്ടന്റ് സൈഡിൽ 4 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ. റിയാക്ടന്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ആണല്ലോ. പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ വരുന്നു? 2 ഓക്സിജൻ. ക്ലിയർ ആയി? ഹൈഡ്രജനും ബാലൻസ്ഡ്, ഓക്സിജനും ബാലൻസ്ഡ്. എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ബാലൻസ്ഡ് ഫോമിലാണ് വാട്ടർ വേപ്പർ ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ 2H2 plus O2 gives 2H2O. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ റിയാക്ടന്റ് ഗ്യാസ്, 2 റിയാക്ടന്റ് ഉണ്ട്, ഹൈഡ്രജനും ഓക്സിജനും. ഈ 2 റിയാക്ടന്റും ആര് തന്നെ? ഗ്യാസ് തന്നെ ആണല്ലോ. പ്രോഡക്റ്റും ആര് തന്നെ? ഗ്യാസ് തന്നെ. ക്ലിയർ ആയി? ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഇക്വേഷനകത്തുള്ള റിയാക്ടന്റിന്റെ വോളിയവും പ്രോഡക്റ്റിന്റെ വോളിയവും എടുത്ത് എഴുതണം. നമുക്ക് സംശയം വന്നു, എങ്ങനെ ബാലൻസ്ഡ് ഇക്വേഷൻ നിന്ന് വോളിയം എഴുതുന്നത്? ബാലൻസ്ഡ് ഇക്വേഷൻ വോളിയം എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരുന്നു. H2 സൈഡ് കോഎഫിഷ്യന്റ് എത്ര? H2 സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 2 ആണല്ലോ. ഇവിടുത്തെ H2 വോളിയം എന്ന് പറയുന്നത് എത്രയെന്നറിയാവോ? 2 വോളിയം. അതായത് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സൈഡ് കോഎഫിഷ്യന്റ് നോക്കിയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? വോളിയം എഴുതുന്നത്. H2 സൈഡ് കോഎഫിഷ്യന്റ് എത്ര? ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വോളിയമാണ്? 2 വോളിയം. O2 സൈഡ് കോഎഫിഷ്യന്റ് എത്ര? ഇവിടെ 1. അത് ഒന്നും എഴുതിയില്ലെങ്കിൽ എത്ര? 1 എന്ന. എത്ര വോളിയമാ? 1 വോളിയം. H2O സൈഡ് കോഎഫിഷ്യന്റ്, അതായത് വാട്ടർ വേപ്പർ ആണ് H2O ഗ്യാസ് എന്ന് പറയുന്നത്. H2O ഗ്യാസിന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 2. എത്ര വോളിയമാണ്? 2 വോളിയം. ക്ലിയർ ആയി? അതായത് റിയാക്ടന്റിന്റെ വോളിയവും എഴുതി, പ്രോഡക്റ്റിന്റെ വോളിയവും എഴുതി. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗേഷ്യസ് റിയാക്ടൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്റ്റിന്റെയും എന്തിന്റെ റേഷ്യോ എടുത്ത് എഴുതാം? വോളിയത്തിന്റെ റേഷ്യോ എടുക്കാം. അതായത് വോളിയം ഓഫ് H2 is to volume of O2 is to volume of H2O. Clear? H2 ന്റെ വോളിയം എത്ര? 2 വോളിയം. O2 ന്റെ വോളിയം എത്ര? 1 വോളിയം. H2O ഗ്യാസ് വാട്ടർ വേപ്പറിന്റെ വോളിയം എത്ര? 2 വോളിയം. വോളിയത്തിന്റെ റേഷ്യോ നമുക്ക് വന്നത് 2:1:2. 2:1:2 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ, കാരണം 1 ഡിജിറ്റുകൾ വരുന്ന റേഷ്യോയാണ് നമ്മൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്ട്സ് ഫോം ചെയ്യുമ്പോൾ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് എക്സാമ്പിൾ ക്ലിയർ ആയി. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിച്ചിട്ട് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗേൾസായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാൻ പോവാ. ഈ സ്റ്റേറ്റ്മെന്റ് 3 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. ആ 3 വട്ടം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ എക്സാമിനേഷൻ എപ്പോഴും സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഗേഷ്യസ് വോളിയം എന്ന് എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. When gases combine to form, gaseous products. അത്രയും ക്ലിയർ ആയല്ലോ? When gases combine to form gaseous products, a simple whole number ratio exists between volumes of reactants and products. Simple whole number ratio exists between volumes of reactants and products. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. Provided all gases are at same temperature and pressure. Provided all gases are at same temperature and pressure എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റത്തെ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാനുള്ള. Provided all gases are at same temperature and pressure എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ H2 എന്ന് പറഞ്ഞ ഗ്യാസിന്റെ വോളിയം മെഷർ ചെയ്യുന്ന അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ വേണം O2 എന്ന് പറഞ്ഞ ഗ്യാസിന്റെ വോളിയവും വാട്ടർ വേപ്പറിന്റെ വോളിയവും എന്ത് ചെയ്യാനാണ്? മെഷർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പ്രൊവൈഡഡ്. ഇങ്ങനെ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ വരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ്
സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് H2 ന്റെ വോളിയം മെഷർ ചെയ്യുന്ന അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ വേണം നിങ്ങൾ O2 ന്റെ വോളിയവും വാട്ടർ വേപ്പറിന്റെ വോളിയവും എന്ത് ചെയ്യാനാണ് മെഷർ ചെയ്യാൻ. ലാസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞത് പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം സ്റ്റേറ്റ്മെന്റ്. When gases combine to form gaseous products. Clear? A simple whole number ratio exists between the volumes of the reactants and the products, provided all gases are at same temperature and pressure condition. Clear ആയല്ലോ? Provided all gases are at same temperature and pressure. Clear ആയി? ഇനി ഒറ്റ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. When gases combine to form gaseous products, a simple whole number ratio exists between volumes of the reactants and the products. A simple whole number ratio exists between the volumes of the reactants and the products, provided all gases are at same temperature and pressure. അവിടെ എല്ലാ ഗ്യാസസും നമ്മൾ വെക്കേണ്ടത് എന്ത് കണ്ടീഷനിലായിരിക്കണം? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിലായിരിക്കണം. പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. When gases combine to form gaseous products, a simple whole number ratio exists between volumes of reactants and products. Volumes of reactants and products, provided all gases are at same temperature and pressure. ക്ലിയർ ആയല്ലോ? ഗെയിൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണാതെ പഠിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ഗെയിൽസ് ലോയുടെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ നമുക്ക് എളുപ്പം പറയാം. ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് HCl ഗ്യാസ് ഫോം ചെയ്യുന്നു. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇത് ബാലൻസ് ചെയ്ത് അവർ എഴുതിയിരിക്കുന്നത് H2 gaseous plus Cl2 gaseous is 2HCl gaseous. ക്ലിയർ ആയി? നോക്കി ഇവിടെ ഗേഷ്യസ് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുകയാണ്? ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഗേഷ്യസ് റിയാക്ടൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ എന്തെടുക്കണം? റേഷ്യോ എടുക്കണം. അങ്ങനെ വോളിയത്തിന്റെ റേഷ്യോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കണം? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കണം. ഏത് ലോ അനുസരിച്ചാ? ഗെയിൽസ് ലോ അനുസരിച്ച്. ഇവിടെ H2 ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 1. അത് H2 ന്റെ വോളിയം എത്രയാണ്? 1 വോളിയം. ഇവിടെ വോളിയത്തിന്റെ ഷോർട്ട് ഫോം ആ VOL എന്ന് ഇട്ടേക്കുന്നേ. Cl2 ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 1. Cl2 ന്റെ വോളിയം എത്രയാണ്? 1 വോളിയം. HCl ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 2. എത്ര വോളിയം ആണ്? 2 വോളിയം. ക്ലിയർ ആയി? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ എന്തെടുക്കണം? റേഷ്യോ. റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ എന്തെടുക്കണം? റേഷ്യോ എടുക്കണം. അതായത് വോളിയം ഓഫ് H2 is 2, വോളിയം ഓഫ് Cl2 is 2, വോളിയം ഓഫ് HCl. H2 ന്റെ വോളിയം എത്ര? 1. Cl2 ന്റെ വോളിയം എത്ര? 1. HCl ന്റെ വോളിയം എത്ര? 2. Then 1:2. അതായത് നമ്മൾ വോളിയത്തിന്റെ റേഷ്യോ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ക്ലിയർ ആയല്ലോ? ഏതിലോ എന്ന് പറയുന്ന ഗെയിൽസ് ലോ. നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ഗെയിൽസ് ലോയെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാതെ ഗെയിലുസാക് ലോയിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻസ് ആണ് ഗെയിലുസാക് ലോയിൽ നിന്ന് നേരത്തെ ഉള്ള എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഗെയിലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗെയിലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം സ്റ്റേറ്റ് ചെയ്യുകയും വേണം, എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. എന്ന് പറഞ്ഞാൽ ഗെയിൽസ് ലോ സ്റ്റേറ്റ്മെന്റ് എഴുതുക,
നമ്മൾ രണ്ട് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടുത്തെ ഗേഷ്യസ് റിയാക്റ്റൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്ട്സിന്റെയും വോളിയം എന്താണെന്ന് എഴുതണം. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണെന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ which is applied only for gases. അതായത് ഗ്യാസസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഏതാണ്? ഗ്യാസസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഏതാണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗ്യാസസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഗേ-ലുസാക്ക് ലോ. ഗേ-ലുസാക്ക് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗേഷ്യസ് റിയാക്റ്റൻസിലേക്കും ഗേഷ്യസ് പ്രോഡക്റ്റിലേക്കും മാത്രമാണ്. സോളിഡിലോ ലിക്വിഡിലോ ഒന്നും നമുക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഗേ-ലുസാക്ക് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ which is applied only for gases എന്ന് ചോദിച്ച ആൻസർ എഴുതാം. ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യന് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അവര് ഒരു ഇക്വേഷൻ തന്നു. അതായത് അമോണിയ NH3 എന്ന് പറഞ്ഞാൽ അമോണിയ ആണ്. അമോണിയ ഫോർമേഷന്റെ ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ തന്നു. N2 gaseous plus 3H2 gaseous gives 2NH3 gaseous. ഇക്വേഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ ഗേഷ്യസ് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ അടുത്ത സ്റ്റെപ്പിൽ തന്നിരിക്കുന്നത് ഈ ഗേഷ്യസ് റിയാക്റ്റൻസിന്റെയും ഗേഷ്യസ് പ്രോഡക്റ്റിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നെ തന്നു. അത് വോളിയം ഓഫ് N2 is to വോളിയം ഓഫ് H2 is to വോളിയം ഓഫ് NH3. ആ വോളിയത്തിന്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് തന്നായിരുന്നു. 1:3:2. 1:3:2. ഈ വോളിയത്തിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് കറക്റ്റ് തന്നെ. കാരണം ഇവിടെ N2 ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 1. N2 ന്റെ വോളിയം ആണ് 1. H2 ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? H2 ന്റെ സൈഡ് കോഎഫിഷ്യന്റ് 3. H2 ന്റെ വോളിയം എത്ര? 3. NH3 യുടെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 2. അതായത് NH3 യുടെ വോളിയം എത്ര? 2. ഇവിടെ ഗേഷ്യസ് റിയാക്റ്റൻസിന്റെ ഗേഷ്യസ് പ്രോഡക്ട്സിന്റെ വോളിയം അവർ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് തന്നു. 1:3:2. എന്നിട്ട് ഈ വോളിയം എന്താണെന്ന് നമ്മളോട് പറഞ്ഞെന്ന് അറിയാവോ? സിമ്പിൾ ഹോൾ നമ്പർ. എന്നിട്ട് ഈ വോളിയത്തിന്റെ റേഷ്യോ അവർ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയാണ്. അങ്ങനെ ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് എന്ന് പറഞ്ഞ ലോ ഏതാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞ ലോ ഏതാണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് ലോയാണ്? ഗേ-ലുസാക്ക് ലോ. ഗേ-ലുസാക്ക് ലോയാണ് പറഞ്ഞത് ഗേഷ്യസ് റിയാക്റ്റൻസിന്റെ ഗേഷ്യസ് പ്രോഡക്റ്റിന്റെ വോളിയത്തിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. അങ്ങനെ പറഞ്ഞ ലോ ആണ് ഗേ-ലുസാക്ക് ലോ. ക്ലിയർ ആയല്ലോ? ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഗേ-ലുസാക്ക് ലോയിൽ നിന്ന് നേരത്തെ ഉള്ള എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഗേ-ലുസാക്ക് ലോ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി, അതിന്റെ എക്സാമ്പിൾ ക്ലിയർ ആയി, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യന്റെ ഫോർമാറ്റും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്തുള്ള 5ാമത്തെ ലോ എക്സ്പ്ലെയിൻ ചെയ്യും, അവോഗാഡ്രോസ് ലോയെ. ഓക്കെ.